തെലങ്കാന എന്ന സംസ്ഥാനത്ത് ഇനി BRS എന്ന പാർട്ടി ഇല്ല. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളുള്ള തെലങ്കാനയിൽ 8 വീതം കോൺഗ്രസും BJPയും നേടിയിരിക്കുന്നു. ഒരു സീറ്റ് AIMIM അതായത് അസദുദ്ദീൻ ഒവൈസി നേടി. അത് ഹൈദരാബാദിലാണ്. നിലവിലെ സാഹചര്യം നമ്മൾ നോക്കിയാൽ അറിയാൻ കഴിയുന്നത് കോൺഗ്രസ്സിന് 40%-ലധികം വോട്ട് ഷെയർ ഉണ്ട്. BJPക്ക് ആകട്ടെ 35% ഉള്ളൂ. ശക്തമായ മത്സരമായിരുന്നു BJPയും കോൺഗ്രസും തമ്മിൽ തെലങ്കാനയിൽ നടന്നത്. കോൺഗ്രസ്സിന് 2 സീറ്റുകൾ കൂടി ലഭിക്കേണ്ട സാഹചര്യമായിരുന്നു. എന്നാൽ BJP ചെറിയ ഭൂരിപക്ഷത്തിനാണ് 2 സീറ്റുകൾ കൂടി കരസ്ഥമാക്കി 6 എന്നുള്ളത് 8 ഉയർത്തിയെടുത്തത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തെലങ്കാനയിൽ കോൺഗ്രസ് 10 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ 11 വരെ ലീഡ് നില ഉയരുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ BJP പതിയെ 2 സ്ഥലം കൂടി നേടിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് 8-8 എന്ന രീതിയിലേക്ക് വന്നത്. നമുക്കറിയാം BJP ക്രമാതീതമായി വളർന്നു എന്നുള്ളത് ശരി തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJPക്കാണ് ഇക്കുറി 8 സീറ്റുകൾ കിട്ടിയത്. എന്നാൽ അവിടെ BRSന് അതായത് ഭാരത് രാഷ്ട്ര സമിതി TRSൻ്റെ പുതിയ വേർഷൻ അവർ 8 നില പൊട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേവന്ത് റെഡ്ഡി അധികാരത്തിലേക്ക് ഏറിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് BRSന് നഷ്ടങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളത് വളരെ വ്യക്തമാണ്. ചന്ദ്രശേഖര റാവുവിൻ്റെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുമെന്നും അതിനകത്ത് ഒരു ഉദാസീനതയും ഈ സർക്കാർ കാട്ടുകയില്ല എന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞതോടുകൂടിയാണ് BRS കട്ടയും പടവും മടങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, തെലങ്കാനയിൽ ഇനി BRS ഇല്ല. അവിടെ ഇനി കോൺഗ്രസും BJPയും തമ്മിലുള്ള നേർക്കുനേർ യുദ്ധം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകൾ കൃത്യമായി BJP വോട്ടുകൾ സ്വാംശീകരിക്കാൻ കാരണമായി എന്നതും BRSൻ്റെ വോട്ടുകൾ BJPയിലേക്ക് എത്തി എന്നുള്ളതും കൃത്യമായി എടുത്തു പറയേണ്ടതാണ്. കാരണം കോൺഗ്രസിനെ എതിർക്കലാണ് BRSൻ്റെ പരിപാടി. അതുകൊണ്ടാണ് BRS വോട്ടുകൾ കൃത്യമായി BJPയിലേക്ക് കമുത്തിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് കാരണമുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് BRSനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ച് മടങ്ങി വരാൻ കഴിയാത്ത രീതിയിലേക്ക് BRS കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തെലങ്കാനയിൽ ഇനി മത്സരം കോൺഗ്രസും BJPയും തമ്മിലായിരിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സെക്കന്ദരാബാദിൽ 2ാം തവണയും കിഷൻ റെഡ്ഡി ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. BJP നേതാവാണ് കിഷൻ റെഡ്ഡി. കഴിഞ്ഞ തവണ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന വ്യക്തിയാണ് കിഷൻ റെഡ്ഡി. നമുക്കറിയാം രേവന്ത് റെഡ്ഡിയുടെ ശക്തമായ മുന്നേറ്റം ഇപ്പോഴും തെലങ്കാനയിൽ അലയടിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 17-ൽ 15 സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്ന ശക്തമായിട്ടുള്ള ആവേശമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ BJPയാണ് വലിയ മുന്നേറ്റം ചില സ്ഥലങ്ങളിലൊക്കെ നടത്തി കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റ സാധ്യതയെ തടഞ്ഞത്. എന്നാൽ പോലും കോൺഗ്രസിന് ഭേദപ്പെട്ട രീതിയിൽ അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. തെലങ്കാന കോൺഗ്രസ് ആധിപത്യത്തിലേക്ക് ശക്തമായി കയറുമ്പോൾ, കർണാടക പോലെ മറ്റൊരു സംസ്ഥാനമായി മാറുമ്പോൾ 3ാം മുന്നണി എന്ന രീതിയിലേക്ക് BRS ചുരുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കർണാടകയിൽ എങ്ങനെയാണോ ജനതാദൾ സെക്യുലർ ഉള്ളത് അതുപോലെ തന്നെയാണ് തെലങ്കാനയിൽ ഇപ്പോൾ BRSൻ്റെ അവസ്ഥയും.